ദുരുദ്ദേശമുണ്ട്. ഒരുപക്ഷെ നന്ദൻ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള അവന്റെ ശ്രമമായിരിക്കും. സംതിങ് ഈസ് റോങ്. സഞ്ജനയുടെയും ആകാശിന്റെയും എൻഗേജ്മെന്റ് ഒരിക്കലും നടക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഈ കാര്യം വീട്ടിൽ അറിയിക്കണം. ചേട്ടാ, ഫോൺ ഓഫായി പോയല്ലോ. ഫോൺ താഴെ പോകാൻ കണ്ടൊരു സമയം. ഇത് ഓണാവുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവിടെ നിന്ന എൻഗേജ്മെന്റ് സമയവും കഴിഞ്ഞു പോകും. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി ഈ ചടങ്ങ് മുടക്കണം. എല്ലാം കഴിയാൻ പോവാ മഞ്ജരി, എല്ലാം കൈവിട്ട് പോവാൻ പോവാ. ഈ കുരുവിക്കൂട് പോലത്തെ തലയും കൊണ്ട് വന്നവനും എന്റെ മോളെ കൊടുക്കേണ്ടി വരും മഞ്ജരി. വല്ല ശതകോടീശ്വരനോ വലിയ ബിസിനസ് മാനോ ഒക്കെ കൊടുക്കാൻ ആഗ്രഹിച്ചതാ. ഒടുവിലെ ദരിദ്രവാസിയെ കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയാണല്ലോ. വിഷമിക്കാതിരിക്കുക ആന്റി. നമുക്കൊരവസരം കിട്ടുമെന്ന് ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഡോണ്ട് വെറി, ഇതിപ്പോ കല്യാണമൊന്നുമല്ലല്ലോ നടക്കുന്നേ. അപ്പോഴത്തേക്ക് എന്തെങ്കിലും പ്ലാൻ കണ്ടെത്താനേ. ഡോണ്ട് വെറി. സഞ്ജനെ, ഈ നിശ്ചയം കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ കല്യാണം ഉണ്ടാകും. അത് കഴിഞ്ഞല്ലേ മോളെ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യാൻ പോകുന്നത്. അത് കണ്ട് നിന്റെ കുടുംബക്കാര് ഹൃദയം പൊട്ടി മരിക്കണം. നിന്റെ അവസാനത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഓം ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം തൈന്ദ്രശ്ചാഗ്നിശ്ചരാഷ്ട്രം ധാരയതാം ധ്രുവം നിശ്ചിതാർത്ഥ മുഹൂർത്തസ്യ മുഹൂർത്തോസ്തു. ഈ അവസാനത്തെ നിമിഷത്തിലെങ്കിലും ഇത് മുടക്കാൻ വേണ്ടി ദൈവം ആരെങ്കിലും അയച്ചിരുന്നെങ്കിലെന്നാ. മോതിരം അണിയിക്കാൻ വരട്ടെ. മിഥുൻ, നീ എന്തായി ചെയ്യുന്നേ? മിഥുൻ, നീ എന്തായി കാണിക്കുന്നേ? ഇവനൊരു ഫ്രോഡാ, ചീറ്റർ. നീ എന്തൊക്കെയാടായി പറയുന്നേ? ഞാൻ പറഞ്ഞ സത്യ. ഇവന്റെ ഉന്നം നമ്മുടെ കമ്പനിയാ. നമ്മളെ തകർത്ത് തരിപ്പണമാക്കാൻ, നമ്മളോടുള്ള പ്രതികാരം വീട്ടാൻ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാ ഇവൻ സഞ്ജനയോട് അടുത്തത്. നീ എന്തൊക്കെ മോനെ പറയുന്നത്? നമ്മളോട് പകപോക്കാനുള്ള എന്താവശ്യ ആകാശിന് നമ്മളോടുള്ളത്? ഇവൻ മറ്റാരുമല്ല മോം, ആ പ്രവീൺ മാധവ് അയച്ചയാളാ. എന്ത്? ആകാശ് പ്രവീൺ മാധവിന്റെ ആളാണെന്നോ? അതെ. എന്തോ ദുരുദ്ദേശത്തോടു കൂടിയാ അവൻ നമ്മുടെ സഞ്ജനയെ ചൂണ്ടിയിട്ടെ.
മനഃപൂർവ്വം സഞ്ജനയെ കല്യാണം വരെ എത്തിക്കായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നീ എങ്ങനെയാണ് മിഥുനെ അറിഞ്ഞത്? അന്ന് ഭാരത് ടൗൺഷിപ്പിന്റെ പ്രസന്റേഷൻ ലീക്ക് ആവാൻ കാരണക്കാരൻ മറ്റാരുമല്ല, ഇവനാ. നമ്മുടെ പെൺഡ്രൈവിൽ നിന്ന് അത് മോഷ്ടിച്ച് പ്രവീൺ മാധവൻ അയച്ചു കൊടുത്തത് ഇവനാ. അതിന്റെ CCTV ഫുട്ടേജ് തെളിവായിട്ട് എനിക്ക് കിട്ടി. ഇതൊന്ന് നോക്കിക്കേ. എന്താടാ നാവിറങ്ങിപ്പോയോ നിന്റെ? സത്യം ഞങ്ങൾ കണ്ടുപിടിച്ചപ്പോ നാവിറങ്ങിപ്പോയോ? നീ ഇത്ര വേഗം പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല അല്ലേ? എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നേ? നീയും ആ പ്രവീണും തമ്മിലുള്ള ബന്ധം എന്താ? പറയടാ, പറയാൻ. വിടറാനെ. നിന്റെ മുൻപിൽ അടിമയെ പോലെ നിൽക്കാനും നീ ഒച്ച വെച്ചതും പേടിക്കാനും ഞാൻ നിന്റെ കീഴിൽ പണിയെടുക്കുന്നവനാണെന്ന് കരുതിയോ? പ്രവീൺ മാധവിന്റെ അനന്തരവനാ ഞാൻ. നിന്നെ മുച്ചൂട് മുടിക്കാൻ അമ്മാവൻ പദം വരുത്തിയെടുത്ത ആയുധമാ ഞാൻ. എന്റെ അമ്മാവന് വേണ്ടി അമ്മാവന്റെ പ്രതികാരം തീർക്കാൻ ഏതറ്റം വരെ പോകാനും എനിക്ക് മടിയുമില്ല, പേടിയുമില്ല. നീ ഊഹിച്ചത് ശരിയായിരുന്നു മിഥുൻ. നിന്നോടുള്ള പക പോക്കാൻ വേണ്ടിയാ സഞ്ജനയോട് ഞാൻ അടുത്തത്. മനഃപൂർവ്വമാണ് അവളോട് ഞാൻ പ്രേമം അഭിനയിച്ചത്. സഞ്ജനയുടെ എന്റെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ കുടുംബത്തെക്കുറിച്ചുള്ള സകലതും എന്റെ കയ്യിലാവൂ. പിന്നീട് നിങ്ങളെയൊക്കെ എന്റെ താളത്തിനൊത്ത് തുള്ളിക്കാനിരിക്കുകയായിരുന്നു. പക്ഷെ ചെറുതായിട്ടൊന്ന് പിഴച്ചു. ഇങ്ങനെ ഒരു CCTV ഫൂട്ടേജ് ഉണ്ടാകുമെന്ന് ഞാൻ ഓർത്തത് പോലുമില്ല. ഈശ്വര, എന്തായാലും എന്താ, ഈ ബാധയൊന്നും ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നിശ്ചയം മുടങ്ങി കിട്ടി. ഞാൻ പിടിക്കപ്പെട്ടെന്ന് കരുതി ഒത്തിരി സന്തോഷിക്കണ്ട. എന്റെ അമ്മാവന്റെ കയ്യിൽ നിന്ന് നിനക്കൊന്നും ഒരിക്കലും രക്ഷ ഉണ്ടാവില്ല. നോക്ക്, ഒരു പ്രവീൺ മാധവ് അല്ലടാ, 100 പ്രവീൺ മാധവ് ഒരുമിച്ച് വന്നാലും മിഥുനെയോ നന്ദൻ കുടുംബത്തെയോ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോ 100 ചുവട് നിങ്ങളെ കൊണ്ട് പിന്നോട്ട് വെപ്പിക്കും എന്റെ മോൻ. ഇനി നീയോ നിന്റെ അമ്മാവൻ പ്രവീൺ മാധവോ നന്ദൻ കുടുംബത്തിലേക്ക് എത്തി നോക്കാൻ ശ്രമിച്ചാൽ സ്വന്തം കുഴി സ്വയം കുഴിക്കുന്ന പോലെയാവും. സൂക്ഷിച്ച് നിനക്ക് കൊള്ളാം. വിളിച്ചു വരുത്തി അപമാനിച്ചു അല്ലേ? വിടില്ല ഞാൻ. ഇവിടെ നടന്ന അപമാനങ്ങൾ ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കൊക്കെ അന്ത്യം കുറിക്കുന്നത് വരെ ഓരോ നിമിഷവും ഞാൻ ഇത് ഓർത്തുകൊണ്ടേയിരിക്കും. മിണ്ടരുത്. ഇനി ഒരു അക്ഷരം മിണ്ട നിന്റെ നാവ് പൊങ്ങിയാൽ അത് പിഴുതി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. ഞാഞ്ഞൂല് പത്തി പോക്കുന്നോ? ഇറങ്ങി പോടാ പുറത്ത്. മിഥുൻ, ഇവൻ നമ്മുടെ മണ്ണിൽ കാലുകുത്തി നിൽക്കാൻ യോഗ്യനല്ല. ആട്ടി പുറത്താക്കണ ഇവനെ. ഇറങ്ങി പോടാ. പോടാ.
ഇനി നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങി പോകരുത്. ജീവനേക്കാളേറെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു പോയി. പൊന്നു പോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരാളെ കിട്ടിയല്ലോ എന്നോർത്ത് ഞാൻ ഒത്തിരി സന്തോഷിച്ചു പോയി. പക്ഷെ ഇതൊക്കെ എന്നെ ഇങ്ങനെ ചതിക്കാനായിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടത്തി. ഇനിയിരുന്ന് മോങ്ങിയിട്ട് എന്ത് കാര്യം? ഇത് പ്രേമിക്കാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോ ഓർക്കണായിരുന്നു. ചെയ്ത തെറ്റിനുള്ള പ്രതിഫലം ഓർത്ത് സമാധാനിച്ചോ? എല്ലാരും കൂടി നിന്നെ തൂക്കി വിൽക്കാൻ നോക്കിയപ്പോ അതിന് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്ക്. പ്രിയമതേ, ഇവിടെയുള്ളവരാരും സഞ്ജനെ ബലി കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഈ നടന്നതൊക്കെ എന്താന്നാ ജേട്ടൻ പറയുന്നത്? പെട്ടെന്ന് ഒരു നാൾ വന്ന് ഇവളെ ഏതോ ഒരുത്തിനെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞതും മുമ്പും പെമ്പും ചിന്തിക്കാതെയല്ലേ കല്യാണം നടത്തി കൊടുക്കാൻ എല്ലാരും ഒരുങ്ങിയത്. ചെറിയമ്മേ, ദേവി ഇത് കുറച്ചു നേരം ഈ വർത്താനം ഒന്ന് നിർത്തുന്നുണ്ടോ? സഞ്ജനെ, ഇങ്ങനെ കരയാനും മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒരു വിധത്തില് പറയുകയാണെങ്കിൽ നീ ഇപ്പൊ സന്തോഷിക്കുക വേണ്ടത്. അങ്ങനെ ഒരു വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെടുകയല്ലേ ചെയ്തത്. അത് തന്നെ എത്ര വലിയ ഭാഗ്യ. നീ കരയരുത്. കൊള്ളാം മേഘനെ, വളരെ നന്നായിരിക്കുന്നു. ചുറ്റിക കൊണ്ട് തലക്കടിച്ചിട്ട് ഇപ്പുറത്ത് കൂടെ മരുന്ന് പുരട്ടാൻ നോക്കുന്നത് ഏത് വകുപ്പില? എന്തിനാ നീ എന്നെ അങ്ങനെ നോക്കുന്നേ? സഞ്ജനയ്ക്ക് ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടാവാൻ കാരണം നീ തന്നെയാണ്. ഞാൻ കാരണാണെന്നോ? നീയല്ലാതെ പിന്നെ ആരാ കാരണം? ഇവിടെ ചെറിയ കുട്ടിയാന്ന് കരുതാം. ഒരുത്തൻ എന്തോ പറഞ്ഞപ്പോ അത് കേട്ട് വിശ്വസിച്ച് അവന്റെ പ്രേമ വലയത്തിൽ ഇവള് പെട്ടുപോയതാ. പക്ഷെ നിന്റെ ബുദ്ധിക്ക് എന്ത് പറ്റിയതായിരുന്നു? അവൻ ആരാന്ന് നീ തിരക്കായിരുന്നോ? എങ്ങനെയുള്ളവനാന്ന് അന്വേഷിച്ചായിരുന്നോ? ഇല്ലല്ലോ. ഒന്നും അറിയാതല്ലേ നീ അവൻ നല്ലവനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എടുത്തു ചാടി കാര്യങ്ങൾ ഇവിടെ വരെ എത്തിക്കുകയും ചെയ്തു. നിന്റെ വാക്ക് വിശ്വസിച്ചല്ലേ വീട്ടിലുള്ള എല്ലാരും കൂടെ ചാടി കയറി തീരുമാനം എടുത്തതും ഇന്ന് ഈ എൻഗേജ്മെന്റ് നിശ്ചയിച്ചതും. അവന്റെ വീടും കുടുംബം എന്താണെന്നും അവൻ ആരുടെ ബന്ധുവാണെന്ന് പോലും നോക്കാതെയല്ലേ ഇങ്ങനൊരു കല്യാണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നായിരുന്നു? നിന്നിൽ നിന്നായിരുന്നില്ലേ? ചെറിയമ്മേ, ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും വേറൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെ പറയില്ല മിഥുൻ. നെല്ലും പതിരൊന്ന് വേർതിരിച്ചാൽ മതിയാവൂ. സഞ്ജന പ്രേമമാണെന്ന് പറഞ്ഞ് കറങ്ങി നടന്നപ്പോ തെറ്റാണ് മോളെ, തെറ്റിലേക്ക് പോവല്ലേന്ന് ഉപദേശിക്കേണ്ട മേഘന പ്രേമിച്ചു പോയില്ലേ? പ്രേമം ദൈവികമാണ്, പെണ്ണിനെ അങ്ങ് കൊടുക്കണേന്ന് പറഞ്ഞ് ഇവളല്ലേ എല്ലാവരും ഉപദേശിച്ചത്. അതുകൊണ്ടല്ലേ
ചങ്ക് തകർന്ന എന്റെ മോള് ഈ വിധത്തിൽ ഇവിടെ ഇരുന്ന് കരയേണ്ടി വന്നത്. പ്രിയമതാന്റി പറഞ്ഞതൊക്കെ 100% ശരിയാ. അവനെയൊക്കെ പറ്റി എന്തറിഞ്ഞോണ്ടാ ഈ മേഘന അവന് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഇനി മനഃപൂർവ്വം അവനെ സഞ്ജനയുടെ പെടലിക്ക് വെച്ച് കെട്ടി കൊടുത്തിട്ട് നന്ദൻ കുടുംബത്തെ തകർക്കാനായിരുന്നു നിന്റെ പ്ലാൻ. ആരും ഇത്രയ്ക്കങ്ങ് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത്? ഇത് ആകാശിനോടുള്ള സ്നേഹവും വാത്സല്യമാണോ അതോ ഇനി ആ പ്രവീൺ മാധവുമായിട്ട് കൈകോർത്തുള്ള ഇടപാടാണോ? ആർക്കറിയാം എന്താണെന്ന്? നമുക്കൊന്നും അറിയില്ലല്ലോ. മതി മഞ്ജരി, ഒന്ന് നിർത്തിക്കേ. ആരോടാ നീ ഇതൊക്കെ പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ? പ്രവീൺ മാധവിനെയോ ആകാശിനെയോ സഹായിക്കേണ്ട ആവശ്യമോ ഉദ്ദേശമോ ഒന്നും മേഘനയ്ക്ക് ഇവിടെ ഇല്ല. മേഘന അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ അന്ന് അവിടെ നടന്ന പ്രസന്റേഷൻ സക്സസ് ആവില്ലായിരുന്നു. ആ പ്രോജക്റ്റിന് വേണ്ടി അവസാനം വരെ കഷ്ടപ്പെട്ടവളാ അവള്. ആ ഒരു ഒറ്റ ഉദാഹരണം മതിയാവുമല്ലോ മേഘന ആരാണെന്ന് മനസ്സിലാവാൻ. നീ പറഞ്ഞത് ശരി തന്നെ മിഥുൻ. അതിലെനിക്കും എതിരൊന്നുമില്ല. മേഘന കാരണം തന്നെയാണ് നമുക്ക് ഈ പ്രൊജക്ട് കിട്ടിയത്. പക്ഷേ ഈ ആകാശിന്റെ സംഭവം എന്താണ്? അരുണിമേ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ കാര്യത്തിൽ നമ്മളും തെറ്റുകാർ തന്നെയാ. ഇവിടെ വരുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കാറുണ്ട്. പക്ഷെ ആകാശിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടോ നമ്മൾ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ല. അതിന് കാരണം എന്താ? അവന്റെ സ്വഭാവ മികവിനെ കുറിച്ച് മേഘന അത്ര വലിയ പ്രസംഗം നടത്തിയുണ്ടല്ലേ. അവൻ നല്ലവനാണെന്ന് പറഞ്ഞ് എന്തൊക്കെയായിരുന്നു അവൾ ഇവിടെ നിന്ന് ഉദാഹരിച്ചത്? എല്ലാം പറഞ്ഞു കേട്ടി നമ്മളെ മിസ്ലീഡ് ചെയ്തതും ഇവള് തന്നെയാ. സ്നേഹിച്ചവനെ സ്വന്തമാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ സഞ്ജനയ്ക്ക് ആകെ വിഷമാവൂല്ലോ എന്നോർത്ത് അവൾ അന്നങ്ങനെ പറഞ്ഞത്. അവരെ രണ്ടുപേരെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാ അവരുടെ ജീവിതം സന്തോഷമാവൂല്ലോ എന്ന് കരുതി അവള്. അതല്ലാതെ സഞ്ജനയുടെ ജീവിതം നശിപ്പിക്കണമെന്ന് അവൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ആരും മേഘനയുടെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെ പോകരുത്. ഇത് നല്ലതായിരുന്നെങ്കിൽ ഇവിടെ എല്ലാരും കൂടി അവളെ തലേ കയറ്റി വെക്കില്ലായിരുന്നോ? നീ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും മേഘന ചെയ്തത് ശരിയല്ല മിഥുൻ. അവിടെ സഞ്ജനയുടെ തലയിൽ മണ്ണ് വാരിയിട്ടത് അത് നന്ദൻ കുടുംബത്തോട് കാണിച്ച ചതി തന്നെയാ. ശരിയാണ് മിഥുൻ. ഇതുവരെ മേഘനയ്ക്ക് സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളെന്തിനെങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ ഉരുമ്പിട്ട് ഇറങ്ങി പുറപ്പെടുന്നേ? ഇവള് വിചാരിച്ചാലേ എല്ലാവരുടെയും ജീവിതം നന്നാവൂ എന്നാ ഇവളുടെ വിചാരം. ആ ആത്മവിശ്വാസത്തിലല്ലേ സഞ്ജനയുടെ ജീവിതത്തിലേക്ക് വലിയൊരു പൊല്ലാപ്പെടുത്തു വെക്കാൻ അവള് ശ്രമിച്ചത്. കൃത്യസമയത്ത് നീ കാര്യങ്ങൾ കണ്ടുപിടിച്ചോണ്ട് കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തി കൊണ്ടു. അല്ലായിരുന്നെങ്കിലോ ഈ മേഘന കാരണം നന്ദൻ കുടുംബത്തിന് ഇനി അങ്ങോട്ട് അധപ്പതനാവില്ലേ? മഞ്ജരി, ബി പ്രാക്ടിക്കൽ. ഇങ്ങനെയുള്ള തെറ്റ് എല്ലാവർക്കും പറ്റില്ലേ? അതൊരിക്കലും മനഃപൂർവ്വമൊന്നും ആയിരിക്കില്ല. മേഘന ഒരു നല്ല കാര്യം ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ, അല്ലാതെ ആരെയും ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഇനിയിപ്പോ എന്തൊക്കെ തന്നെയായാലും ഇവിടെ അതിനൊക്കെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. സഞ്ജനയുടെ ഭാവിക്ക് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. സഞ്ജന, എഴുന്നേക്ക്. സാരമില്ല കേട്ടോ. മേഘനെ ഇവിടെ വിളിച്ചോണ്ട് പോ. വാ സഞ്ജന.
നോക്ക്, ഇറങ്ങി പോടാ പുറത്ത്. മിഥുൻ, ഇവൻ നമ്മുടെ മണ്ണിൽ കാലുകുത്തി നിൽക്കാൻ യോഗ്യനല്ല. ആട്ടി പുറത്താക്കണ ഇവനെ. ഇറങ്ങി പോടാ. എനിക്കുണ്ടായ അപമാനത്തെക്കുറിച്ച് ഓർക്കുമ്പോ എന്റെ ചോര തിളയ്ക്കുന്ന അമ്മാവാ. ആ നന്ദൻ കുടുംബത്തിന്റെ അഹങ്കാരത്തിന് എണ്ണി എണ്ണി പ്രതികാരം ചെയ്താലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. ആകാശ്, നിന്റെ ആവേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ദേഷ്യവും ആവേശവും പ്രകടിപ്പിക്കാൻ ഇതല്ല മോനെ അതിന് പറ്റിയ സമയം. ഐ എം വെരി സോറി അമ്മാവ. അമ്മാവൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം ഞാൻ കൃത്യമായി ചെയ്തതാ. സഞ്ജനയെ എന്റെ പ്രേമത്തിൽ അകപ്പെടുത്തി കല്യാണം വരെ കൊണ്ടെത്തിച്ചു. ആ കല്യാണം ഒന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ അവളെ കൈവച്ചുകൊണ്ട് മിഥുന്റെ കുടുംബത്തിൽ പൂണ്ട് വിളയാടായിരുന്നു. പക്ഷേ അവസാനം ആ മിഥുൻ കയറി വന്ന് എല്ലാം നശിപ്പിച്ചു. ഡോണ്ട് വെറി ആകാശ്, നിന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം നീ ചെയ്തല്ലോ. ആത്മാർത്ഥമായാണ് നീ പ്രയത്നിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ സമയദോഷം എന്ന് പറയാം. അതുകൊണ്ടല്ലേ അവിടെ വെച്ച് പിടിക്കപ്പെട്ടത്. അത് തന്നെയാണ് അമ്മാവ എന്റെയും വിഷമം. ഇതുവരെ സംശയങ്ങളൊന്നും വരാതെ ഞാൻ മാനേജ് ചെയ്തതായിരുന്നു. എന്നിട്ട് ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോഴേക്കും എനിക്ക് എന്റെ കഴിവുകേടിനോട് പുച്ഛം തോന്നും അമ്മാവ. ഞാൻ ഇത്രയ്ക്ക് കഴിവുകെട്ടവനായി പോയില്ലെന്ന് ഓർക്കുമ്പോഴേ എനിക്ക്. അങ്ങനെയല്ലടാ, ഒരിക്കലും അതങ്ങനെ കരുതാനും പാടില്ല. എതിരിൽ നിൽക്കുന്നവന് ബുദ്ധി കൂടുതലായതുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും കഴിവുകെട്ടവരായി മാറുന്നില്ല. ആ നേരത്ത് അവന് പെട്ടെന്ന് നല്ല കാലം തുടങ്ങിയെന്നും നമുക്ക് കഷ്ടകാലമാണെന്നും കരുതിയാൽ മതി, അത്രേ ഉള്ളൂ. ഈ ഒരു പരാജയത്തിന്റെ പേരിൽ സ്വന്തം കഴിവിനെ പഴിക്കാൻ നിൽക്കരുത്. ദാറ്റ്സ് റോങ് ആകാശ്. എല്ലാ പട്ടിക്കും ഒരു സമയമുണ്ടെന്നല്ലേ അന്ന് നമ്മൾ ആ കുടുംബത്തെ മുച്ചോട് മുടിച്ചിരിക്കും. കാതലിൽ ചിതല് കയറുന്ന ഒരു നാൾ വരും മോനെ. അന്ന് നമ്മൾ സർവ്വതും ചുട്ടരിച്ച് കുളം കുത്തും. തൽക്കാലം ഒന്ന് വിട്ടുപിടിക്കടാ. ഇന്ന് നിനക്ക് അവിടെ വെച്ചുണ്ടായ അപമാനത്തിന് അവരെ കൊണ്ട് നമ്മൾ കൊടുപ്പിക്കാൻ പോകുന്ന പ്രതിഫലം ചെറുതായിരിക്കില്ല ആകാശ്. ഇന്ന് നമുക്ക് നേരെറിഞ്ഞ കല്ലുകളെക്കാൾ 10 ഇരട്ടി കനത്തിലായിരിക്കും നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. I love you, Sanjana. A small gift for you. Nice dress, Akash. Take it. നമ്മുടെ പ്രണയത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ വീട്ടുകാരോട് പറയുന്നതായിരിക്കും നല്ലത്. സത്യം പറഞ്ഞ ഞാനും ആകാശം തമ്മിൽ ഇഷ്ടത്തിലാണ് ഏട്ടത്തിയമ്മ. മേഘന ചേച്ചി അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമാ. ദേവി ഇത് ചേച്ചി ഞങ്ങളുടെ കല്യാണത്തിന് സഹായിക്കണം. നിന്നോടുള്ള പക പോക്കാൻ വേണ്ടിയാ സഞ്ജനയോട് ഞാൻ അടുത്തത്. മനഃപൂർവ്വമാണ് അവളോട് ഞാൻ പ്രേമം അഭിനയിച്ചത്. സഞ്ജനയുടെ എന്റെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ കുടുംബത്തെക്കുറിച്ചുള്ള സകലതും എന്റെ കയ്യിലാവൂ. പിന്നീട് നിങ്ങളെയൊക്കെ എന്റെ താളത്തിനൊത്ത് തുള്ളിക്കാനിരിക്കുകയായിരുന്നു.